بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം കടക്കുകയാണ്. ഹജ്ജാജിമാർ ഹജ്ജിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരുടെ ഹജ്ജുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണം. അല്ലാഹ് എളുപ്പമാക്കി തരണമല്ലാ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അതിശ്രേഷ്ഠമായ മാസമാണ്. അതിലെ ആദ്യത്തെ 10 ദിവസം അതിപുണ്യമായ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയും. ആ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനമായ ഒന്ന് ഹജ്ജാണ്. ഹജ്ജ് ആരുടെ മേലിൽ നിർബന്ധമാകും എന്ന കാര്യം ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉളുഹിയ്യത്ത് ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ്. കഴിവുള്ളവർ, ഉളുഹിയ്യത്തറുക്കാൻ കഴിവുള്ളവർ അവന്റെ അത്യാവശ്യ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഉളുഹിയ്യത്തറുക്കൽ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ഉളുഹിയ്യത്തറുക്കൽ വാജിബാണ് എന്നതാണ് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ്. ശാഫിഈ മദ്ഹബിൽ ഉളുഹിയ്യത്തറുക്കൽ മുഅക്കദായ സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. അത്യാവശ്യ ചെലവ് കഴിച്ചിട്ട് ഉളുഹിയ്യത്തറുക്കാൻ വാങ്ങാനുള്ള മൃഗത്തിന്റെ വില അവന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്, മുഅക്കദായ സുന്നത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ വർഷവും അവിടത്തെ മദീനയിൽ 10 വർഷമാണല്ലോ മക്കയിൽ നിന്ന് മദീനയിൽ വന്നപ്പോൾ അവിടുന്ന് ജീവിച്ചത്. ആ 10 വർഷവും അവിടുന്ന് ഉളുഹിയ്യത്തറുത്തിരുന്നു എന്ന് കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി 10 സിനീന യുളഹി. തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ 10 വർഷമാണ് താമസിച്ചത്. 10 വർഷവും അവിടുന്ന് ഉളുഹിയ്യത്തറുത്തിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഏറ്റവും അത്ഭുതകരമായ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് അങ്ങ് നിസ്കരിക്കുക അങ്ങയുടെ റബ്ബിന് വേണ്ടി, വൻഹർ അറവ് നടത്തുകയും ചെയ്യുക. അപ്പോൾ അറവ് നടത്തുക എന്നത് ശക്തമായ സുന്നത്താണ് എന്ന് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരിക്കട്ടെ, അതിന്റെ മഹത്വങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ശക്തമായ സുന്നത്തായതുകൊണ്ടാണ് അവിടുന്ന് 10 വർഷവും അവിടെ ഉളുഹിയ്യത്ത് അറുത്തിരുന്നു. അതോ ഏറ്റവും നല്ല മൃഗങ്ങളെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറുക്കാറുണ്ടായിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസ് ഇങ്ങനെ കാണാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അമില ഇബ്നു ആദമ മിൻ അമലിൻ യൗമൻ നഹരി. പെരുന്നാളിന്റെ അന്ന് ഒരു മനുഷ്യനും ഒരു സൽക്രമം അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്രമവും പെരുന്നാളിന്റെ അന്ന് ഒരു മനുഷ്യനും നിർവഹിച്ചിട്ടില്ല. മിൻ ഇഹ്റാഖിദ്ദമി, രക്തമൊലിപ്പിക്കുക എന്ന സൽക്രമത്തെക്കാളും അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഹബ്ബത്തുള്ള മറ്റൊരു സൽക്രമവും ഒരാളും നിർവഹിച്ചിട്ടില്ല. അപ്പൊ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള സൽക്രമം ഉളുഹിയ്യത്തറുക്കലാണ് എന്നതാണ് തിരുനബി പറയുന്നത്. അല്ലാഹുവിന്റെ മഹബ്ബത്ത് ഏറ്റവും വലുതല്ലേ. ഫഇന്നഹു ലയുതാ യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ. മുത്തനബി പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ആ മൃഗത്തെ അതിന്റെ കൊമ്പുകളോട് കൂടെ, അതിന്റെ രോമങ്ങളോട് കൂടെ,
അതിന്റെ മജ്ജകളോട് കൂടെ കൊണ്ടുവരപ്പെടുന്നതാണ്. ഖിയാമത്ത് നാളിൽ അതിനെ കൊണ്ടുവരപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല, ഖബറിൽ നിന്നും മഹ്ശറിലേക്ക് അവന്റെ വാഹനമായി നിക്ഷയിക്കപ്പെടുകയാണെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിന്റെ രക്തം ഭൂമിയിലേക്ക് പതിക്കണ മുമ്പ്, അറുക്കുമ്പോൾ ഭൂമിയിലേക്ക് പതിക്കണ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അത് എത്തിക്കുന്നതാണ്, ലഭിക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മുത്തുനബി പറയുന്നു, ഫതയ്യിബൂ ബിഹാ നഫ്സാ, നിങ്ങൾ നല്ല മൃഗങ്ങളെ അറുക്കണം. നിങ്ങൾ അറുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊക്കെ സംതൃപ്ത മനസ്സോടുകൂടെ ആവണം. അല്ലാതെ അറുത്തു കുടുങ്ങി എന്ന നിലക്കാകരുത്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുന്ന നിലക്ക് അറുക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഉളുഹിയത്ത് അറുക്കുക എന്നത് വലിയ ശ്രേഷ്ഠമുള്ള സൽക്രമമാണ്. ഒരിക്കൽ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാഹാദിഹിൽ അളാഹി, ഉളുഹിയത്ത് എന്താണ് നബിയേക്കാൾ? അവിടെന്ന് പറഞ്ഞു, സുന്നത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ ചര്യയാണത്. അപ്പോൾ അവർ ചോദിച്ചു, ഫമാലനാ ഫീഹാ യാ റസൂലല്ലാഹ്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് നേട്ടം നബിയെ? ഇബ്രാഹിം നബിയുടെ ചര്യയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്കും നമുക്ക് പോകേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഏതായിരിക്കട്ടെ, എന്താണ് അതിനുള്ള പ്രതിഫലമെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഉളുഹിയത്ത് അറുക്കുന്ന മൃഗത്തിന്റെ രോമം എത്രയുണ്ടോ ആ രോമത്തിന്റെ എണ്ണം കണ്ട് ഹസനത്ത് അല്ലാഹു എഴുതും. അപ്പോൾ അവർ ചോദിച്ചു, ഫസൂഫ് യാ റസൂലല്ലാഹ്, ആടാണെങ്കിൽ അവിടെ ചെമ്മരിയാട് അതുപോലെയുള്ളതിന്റെ സൂഫോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ മിന സൂഫി ഹസന, ചെമ്മരിയാടാണെങ്കിലും ഏതാടാണെങ്കിലും അതിലൊക്കെ ഓരോ ആ രോമത്തിന് പകരവും നന്മയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല മൃഗത്തെയാണ് അറുത്തിരുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി, നബി തങ്ങൾ ഉളുഹിയത്ത് അറുക്കും ബി കബിസിൻ അഖ്റന, കൊമ്പുള്ള നല്ല കുട്ടനാട്, ഫഹീലിൻ നല്ല കൊഴുത്ത തടിച്ചു കൊഴുത്ത, യൻദുറു ഫീ സവാദിൻ, അതിന്റെ കണ്ണ് കറുപ്പ്, വയകുലു ഫീ സവാദിൻ, അതിന്റെ മുഖം കറുപ്പ്, വയംശി ഫീ സവാദിൻ, നടക്കുന്ന കാലുകൾ കറുപ്പ്. ഇങ്ങനെ ഏറ്റവും നല്ല സൂപ്പർ സ്റ്റാറായ മൃഗത്തെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തിരുന്നത്. ഇനിയും ധാരാളം മഹത്വങ്ങൾ ഉളുഹിയത്ത് അറുക്കുന്നതിനുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ രൂപങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളും നിബന്ധനകളൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസ്സുകളായി പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.